ഓക്കെ, ഗുഡ് ഈവനിങ്. റെക്കോർഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് നീ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കൺഫ്യൂഷൻ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പം ഇതിൽ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിന് ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നിട്ടുള്ളതിൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങളുടെ NCERT ബുക്കൂടെ എടുത്തുകൊണ്ട് നിങ്ങൾ നല്ലത്. കറക്റ്റ് ടൈം. ഹലോ സൈലൻ്റ് ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ കോൾ വന്നുകൊണ്ടിരിക്കും. ആയിക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ ഡീറ്റെയിൽ പഠിക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ആ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതിയാവും. ഓക്കെ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഓർക്കേണ്ട കാര്യം ഇതാണ്: ലോ ഓഫ് മാസ് ആക്ഷൻ. എൻ്റെ കൂടെ ഷോർട്ട് നോട്ട് എഴുതിയാൽ നല്ലത് കേട്ടോ. ലോ ഓഫ് മാസ് ആക്ഷൻ. ഈ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? ലോ ഓഫ് മാസ് ആക്ഷൻ പ്രപ്പോസ് ചെയ്തത് ഗുഡ്ബർഗ് ആൻഡ് വെയ്ഗ്. ഇപ്പം നിങ്ങളുടെ NCERT ബുക്കിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പഠിക്കാനുണ്ട്. അത് പ്രപ്പോസ് ചെയ്തത് ഇവർ തന്നെയാണ്. ഞാൻ ആദ്യം ലോ ഓഫ് മാസ് ആക്ഷൻ പറയാം. ലോ ഓഫ് മാസ് ആക്ഷൻ പ്രപ്പോസ് ചെയ്ത് ഗുഡ്ബർഗും വേഗും. ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല, ആവശ്യമുള്ള പോയിന്റുകൾ ക്ലിയറായി പഠിപ്പിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ A മോൾസ് ഓഫ് A ഉണ്ട്, പ്ലസ് B മോൾസ് ഓഫ് B ഉണ്ട്. അത് റിയാക്ട് ചെയ്ത് C മോൾസ് ഓഫ് സിയും D മോൾസ് ഓഫ് ഡിയും ആയി. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആരൊക്കെ ആയിട്ട്? കോൺസെൻട്രേഷൻ ഓഫ് A ടു ദ പവർ A ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് B ടു ദ പവർ B. ശരിയല്ലേ? ഇപ്പോൾ റേറ്റ് പ്രൊപ്പോർഷണൽ ടു A റേസ് ടു A ഇൻറ്റു B റേസ് ടു B. ഈ ടേമിനെയാണ് നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് molar concentrations of the reactants raised to a power which is equal to the numerical coefficients in the balanced chemical equation. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ വേഗത റേറ്റ് അവിടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആരെയൊക്കെ? എയും ബി എയും. പിന്നെ ആ കോഎഫിഷ്യൻസ് പവറായിട്ട് എഴുതണം. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു A റൈസ് ടു A ഇൻറ്റു B റൈസ് ടു B എന്ന് എഴുതാം. ഈ കാണുന്ന കോൺസ്റ്റന്റ് കെക്ക് നമ്മൾ നോർമലി വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്നൊക്കെ വിളിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ്, എന്തോ ആവട്ടെ, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇതിനകത്ത് പഠിപ്പിക്കേണ്ടത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയവും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ആണ്. ഞാൻ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പഠിപ്പിക്കാൻ പോണു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സാറിൻ്റെ കയ്യിൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ട്. A മോൾസ് ഓഫ് എയും B മോൾസ് ഓഫ് ബിയും കൂടെ റിവേഴ്സിബിളായി റിയാക്ട് ചെയ്ത് C മോൾസ് ഓഫ് സിയും D മോൾസ് ഓഫ് ഡിയും ആയിട്ട് മാറി. ഓക്കെ, എന്താ ഇതിൻ്റെ പ്രത്യേകത? എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെയും പ്രത്യേകത അതിൽ രണ്ട് റിയാക്ഷൻസ് ഉണ്ട്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. എന്താ ഫോർവേഡ് റിയാക്ഷൻ്റെ പ്രത്യേകത? എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി ആണ് ഫോർവേഡ് റിയാക്ഷൻ. ആരാ ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ?
CC plus DD gives AA plus BB. Okay? Yes, sir. Okay. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും വേഗത സെയിം ആകുമ്പോഴാണ് അതിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അറ്റ് ഇക്വിലിബ്രിയം നമ്മൾ ചാപ്റ്റർ ഫുൾ പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് ഇടയ്ക്കുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും, എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ പറയണം. അറ്റ് ഇക്വിലിബ്രിയം എന്താ ഇക്വിലിബ്രിയം പ്രത്യേകത? Rate of the forward reaction will be equal to the rate of the backward reaction. Clear alle? Yes, sir. Okay. Rate of the forward reaction is equal to rate of the backward reaction. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എഴുതണം. ഒന്ന് പറഞ്ഞേ, റേറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു KF ഇൻറ്റു എന്താ KF? റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ഓക്കെ, KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആരൊക്കെയാ? A റൈസ് ടു ദ പവർ A ഇൻറ്റു B റൈസ് ടു ദ പവർ B. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ പറ മക്കളെ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താ? CC plus DD gives AA plus BB. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? KB ഇൻറ്റു പറഞ്ഞേ C റൈസ് ടു C ഇൻറ്റു D റൈസ് ടു D. ഞാൻ എഴുതി നിങ്ങൾക്ക് മനസ്സിലായോ? ബാക്ക്വേർഡ് റിയാക്ഷനിലെ റിയാക്ടന്റ് സിയും ഡിയും ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഫോർവേഡ് റിയാക്ഷനിലെ റിയാക്ടന്റ് എയും ബി ആണ്, അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. എന്താ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത? അറ്റ് ഇക്വിലിബ്രിയം RF ഇസിക്കൽ ടു RB അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? RF ഇസിക്കൽ ടു RB. അങ്ങനെയാണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം RF ഇസിക്കൽ ടു RB. അങ്ങനെയാണെങ്കിൽ KF ഇൻറ്റു ബാക്കി പറഞ്ഞേ A റൈസ് ടു A ഇൻറ്റു B റൈസ് ടു B ഈക്വൽ ടു പറഞ്ഞോ KB ഇൻറ്റു C റൈസ് ടു C ഇൻറ്റു D റൈസ് ടു D. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ KB ഇഞ്ഞു കൊണ്ടുവരുന്നു. അപ്പോൾ KF ഡിവൈഡഡ് ബൈ KB ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു D റൈസ് ടു D ഡിവൈഡഡ് ബൈ A റൈസ് ടു A ഇൻറ്റു B റൈസ് ടു B എന്ന് എഴുതാം. ഇതെന്താ? KF റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ. എന്താ KB? റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇത് ഫോർവേഡ് ഇത് ബാക്ക്വേർഡിൻ്റെയും റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അത് രണ്ട് കോൺസ്റ്റന്റുകളാണ്. ആ കോൺസ്റ്റന്റുകളുടെ റേഷ്യോ പുതിയ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ KC എന്ന് എഴുതും. KC. അപ്പോൾ KCയുടെ പേര് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. C എന്ന് എഴുതാൻ കാരണം ഞാനവിടെ കോൺസെൻട്രേഷന് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത് കോൺസെൻട്രേഷൻ ടേമിലാണ്. മീൻസ് എന്താണ്? മൊളാരിറ്റിയുടെ ടേമിലാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് C ഉപയോഗിക്കുന്നത്. C മീൻസ് കോൺസെൻട്രേഷൻ. അപ്പോൾ KC ഈക്വൽ ടു പറഞ്ഞ് കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B. ഓക്കെ, ഈ എഴുതിയിരിക്കുന്നതാണ് പഠിക്കാനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ലാ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയവും. ഇത് പ്രപ്പോസ് ചെയ്തതും ഗുഡ്ബർഗും വേഗുമാണ്. ഈ വഴികളിലൂടെ എന്താണ് ലാ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? എല്ലാവരും ബോർഡ് നോക്കിയിരിക്കണം. ഓക്കെ, എന്താണ് ലാ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിതിനൊന്ന് വായിച്ചാൽ, ഈ എഴുതിയിരിക്കുന്നതിനെ വായിച്ചാൽ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ലാ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആവും. എന്താ എൻ്റെ പ്രത്യേകത? റേഷ്യോ, ഇത് റേഷ്യോ അല്ലേ? ഇത് ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഇത് റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് പ്രോഡക്റ്റ് ഓഫ് മൊളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദ പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദ റിയാക്റ്റൻസ്. മേളിൽ പ്രോഡക്ട്സും താഴെ റിയാക്റ്റൻസും. അപ്പം ഞാൻ വായിച്ച എന്തെന്നാണ്? റേഷ്യോ ഓഫ് മൊളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദ പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദ റിയാക്റ്റൻസ് റേസ്ഡ് ടു എ പവർ ഇവിടെ സിയും ഡിയും എയും ബിയും റേസ്ഡ് ടു എ പവർ വിച്ച് ഈസ് ഈക്വൽ ടു ദ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ ആയി. ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ലാ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ കേട്ടോ. പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ എടുക്കുകയും അതിൻ്റെ കോൺസെൻട്രേഷനെ അതിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റെ പവർ വെച്ച് റേസ് ചെയ്യിപ്പിച്ച് റേഷ്യോ എടുത്താൽ ആ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന സ്റ്റേറ്റ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ലാ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ദ റേഷ്യോ ഓഫ്
product means multiplier, product of molar concentrations of the products to that of the reactants raised to a power which is equal to the numerical coefficients in the balanced chemical equation is a constant. അപ്പോൾ what is law of chemical equilibrium എന്ന് എക്സാം ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എന്താണ് 200 അല്ലേ 200-ൽ ഒരു ബോൾഡ് ആക്കി അങ്ങ് താഴെ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ കണ്ടോ? എന്തായിരിക്കണം? at a given temperature the product of concentrations of the reaction products raised to the respective stoichiometric coefficients in the balanced equation divided by the product of concentrations of the reactants raised to their individual stoichiometric coefficient has a constant value. ടെക്സ്റ്റ് ബുക്ക് 2 പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് നിർത്തി. ടെക്സ്റ്റ് ബുക്ക് എന്താ ചെയ്തത്? പ്രോഡക്റ്റ് ഓഫ് molar concentrations of the products raised to a power divided by product of molar concentrations of the reactants raised to a power. ആ പവർ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ ആണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. സാർ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായോ? അതിൻ്റെ ആദ്യം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ മാറിയാൽ ഈ കോൺസ്റ്റന്റ് മാറും. അതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി എന്ന് സാർ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് എന്തു ചോദിക്കാനാണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പല രീതിയിൽ ചോദിക്കാം. ഒന്നും ഇങ്ങോട്ട് നോക്കിയോളൂ. 2a plus 3b reversely gives c plus 4d എന്ന് തന്നു. എന്നിട്ട് നിങ്ങളോട് പറയുന്നു റൈറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾ Kc is equal to ആൻസർ പോരട്ടെ, concentration of product c into concentration of d raised to the power 4 divided by concentration of a square into concentration of b cube. സാർ പറഞ്ഞ മനസ്സിലായെന്നോ ഇല്ലെന്നാ? മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്നിട്ട് താഴെ സ്റ്റേറ്റ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതാണ് എങ്ങനെയാണ് സ്റ്റേറ്റ് ലോസ് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അതിനനുബന്ധമായിട്ട് 2 ക്വസ്റ്റ്യനോടെ ചോദിക്കും. അപ്പോൾ 2a plus 3b റിവേഴ്സ്ലി gives c plus 4d യു റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിന് മാർക്ക് കിട്ടും. അതിൻ്റെ താഴെ എന്ത് എഴുതണം? വാട്ട് ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ product of molar concentrations of the products raised to a power which is equal to the numerical coefficients in the equation divided by product of molar concentrations of the reactants raised to a power which is equal to the numerical coefficients in the balanced chemical equation is a constant എന്നാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐഡിയ. എന്താണ് നോട്ട്ബുക്കിൽ ഞാൻ ഇത് പഠിപ്പിച്ച സമയത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ? പ്രീവിയസ് നോട്ടൊക്കെ നോക്കിയാൽ കാണും ഇതെല്ലാ കാര്യങ്ങളും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഓർക്കേണ്ട ചില കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് N2 plus 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3 എന്ന് സാർ എഴുതി ഒരു ഇക്വേഷൻ. N2 plus 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ Kc is equal എത്ര കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് അമോണിയയുടെ എന്തോരൂടാ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 അതിൻ്റെ ക്യൂബ് വരും. മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവരോടും മനസ്സിലായി? ഓക്കെ. അപ്പോൾ Kcയുടെ വാല്യൂ സാറ് ഇവിടെ നിന്ന് നോക്കി എഴുതാൻ പഠിപ്പിച്ചു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, Kc അഥവാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് നോട്ട് എഴുതിക്കൊള്ളണം. ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ
at a given temperature. At a given temperature. Okay. So Kc എന്നൊരു കോൺസ്റ്റന്റ് ആണ് for a reaction, for a particular reaction at a given temperature. ഓർക്കണം. അതുപോലെ എന്താണ് Kc changes only with temperature. Very important. Only with temperature. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനേഷന് ചോദിക്കാം, ഇപ്പോൾ ഈ റിയാക്ഷൻ്റെ Kc എത്രയാണ്, ജസ്റ്റ് എത്ര ഒരു വാല്യൂ തന്നു, എത്രയാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ എക്സ് ആണെന്നിരിക്കട്ടെ. എന്നിട്ട് ഇതിൽ എന്താണ് നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ മാറ്റി, ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ മാറ്റി, അല്ലെങ്കിൽ അമോണിയയുടെ കോൺസെൻട്രേഷൻ മാറ്റി, വോളിയം ചേഞ്ച് ചെയ്തു, പ്രഷർ ചേഞ്ച് ചെയ്തു, വെസൽ എന്താണ് കംപ്രസ് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ടെമ്പറേച്ചറിനെ പറ്റി മിണ്ടില്ല. ടെമ്പറേച്ചർ മാറിയാൽ മാത്രമേ ആര് മാറുള്ളൂ? ടെമ്പറേച്ചർ മാറിയാൽ മാത്രമേ ആര് മാറുള്ളൂ? Kc മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇവിടെ എന്താണ് വോളിയം പകുതിയായെന്ന് പറഞ്ഞാലോ കോൺസെൻട്രേഷൻ ഡബിൾ ആയെന്ന് പറഞ്ഞാലോ ഒന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ഈ പറയുന്ന കാര്യം എത്ര എടുക്കുക, എക്സ് എന്ന് എടുത്താൽ ആ എക്സ് ആണെങ്കിൽ എപ്പോഴും എക്സ് തന്നെയായിരിക്കും. വെൻ ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ മാറിയാൽ മാത്രമേ അത് മാറുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ചില കാര്യങ്ങൾ, അപ്പോൾ ഇത് 2 പോയിന്റ് നിങ്ങൾ എഴുതിയെങ്കിൽ ഞാൻ അടുത്ത 2 പോയിന്റ്സ് പഠിപ്പിക്കാം. അടുത്ത പേജിൽ പോയിട്ട് വേണം എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തത് ഒന്ന് വന്നേ എല്ലാവരും. എ സിമ്പിളാക്കി എഴുതാം, അപ്പോൾ പിന്നെ എന്താണ് കുഴപ്പമില്ല. എ പ്ലസ് ബി റിവേഴ്സ്ലി ഗീവ്സ് സി പ്ലസ് ഡി. എ പ്ലസ് ബി റിവേഴ്സ്ലി ഗീവ്സ് സി പ്ലസ് ഡി. ഇവിടെ നിന്ന് എന്താണ് Kc എത്രയാ? Kc പിന്നെ Kc1 എന്നോ സിമ്പിളായിട്ട് K1 എന്ന് എഴുതാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ K1 ഇസ് ഈക്വൽ ടു എത്രയാടാ? കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. റൈസ് ടു ദ പവർ ഒന്നുമില്ല, കാരണം ഇവിടെ എല്ലാം കോഎഫിഷ്യൻസ് 1 ആണ്. ശരിയല്ലേ? ഓക്കെ. ഇയാളെ ബേസ് ചെയ്തിട്ട് ഞാൻ 1-2 പോയിന്റ്സ് പറയും, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെന്നിരിക്കട്ടെ. ഇതൊരു ഇക്വിലിബ്രിയമാണ്. അപ്പോൾ ഇക്വിലിബ്രിയം 1-നെ സാർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് സംഭവിക്കും പറഞ്ഞേ? വെൻ ഇക്വിലിബ്രിയം 1 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് Na പ്ലസ് Nb റിവേഴ്സ്ലി ഗീവ്സ് Nc പ്ലസ് Nd. എഴുതിയത് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ K2 എങ്ങനെ എഴുതും പറഞ്ഞോ? കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു n ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു n ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു n ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു n. അതിന് പകരം സാറ് റൈസ് ടു n എന്ന് ഇങ്ങനെ എഴുതി. മനസ്സിലായെന്നോ ഇല്ലെന്നോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ K2 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? CDAB. അതല്ലടാ K1 എന്ന് പറയുന്നത്. അപ്പൊ K1 റൈസ് ടു n എന്ന് വിളിക്കാം. ശരിയല്ലേ? മനസ്സിലായ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇക്വിലിബ്രിയത്തിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ റൈസ് ടു ദ പവർ അറ്റ് ആ നമ്പർ ഇടണം. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ നേരത്തെ സാർ പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ എന്ന്. അതെ, കോൺസ്റ്റന്റ് ആണ്. ഈ റിയാക്ഷനാണ് കോൺസ്റ്റന്റ്, ഈ റിയാക്ഷൻ അല്ല ഈ റിയാക്ഷൻ. അത് എ പ്ലസ് ബി റിവേഴ്സ്ലേക്ക് സി പ്ലസ് ഡി ആണ്. ഇത് Na പ്ലസ് എൻ ബി റിവേഴ്സ്ലേക്ക് NC പ്ലസ് ND ആണ്. മനസ്സിലായോ? ഉറപ്പാണോ? ഓക്കെ. അപ്പോൾ K2 ഇസ് ഈക്വൽ ടു K1 റൈസ് ടു n എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇക്വിലിബ്രിയത്തിനെ, ഏത് ഇക്വിലിബ്രിയത്തിനെ? ഒന്നാമത്തെ ഇക്വിലിബ്രിയത്തിനെ നിങ്ങൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? 2a പ്ലസ് 2b റിവേഴ്സ്ലി ഈസ് 2c പ്ലസ് 2d. അങ്ങനെയാണെങ്കിൽ
അവിടുത്തെ K2 എന്ന് എഴുതാം. K2 സീക്കൾ എത്രയായിരിക്കും? K1 സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? അത്രയും പറഞ്ഞാൽ പോരെ? അതാ വീണ്ടും എല്ലാം എഴുതി കാണിക്കണോ? വേണ്ട. അതുപോലെ ഇഫ് 1 into 3 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? 3a plus 3b റിവേഴ്സിലേക്ക് ഈസ് 3c plus 3d. അപ്പോൾ K2 സീക്കൾ എത്രയായിരിക്കും പറ മക്കളെ? K1 raised to 3. ഓക്കെ, നമുക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഓക്കെ, അപ്പം ഈ ഐഡിയ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് പേജ് നമ്പർ എന്താണ് അതിൽ തന്നെ 201 പേജിൽ തന്നെ എന്താണ് അവിടെ NA ഒക്കെ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. N into A plus N into B റിവേഴ്സിലേക്ക് യൂസ് N into C plus NDD എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു പോയിന്റ് പറയേണ്ടതുണ്ട്. ആ പോയിന്റ് ഇവിടെ എഴുതാം. നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന ഇത്രയാണ്. എന്താണ്? C plus D റിവേഴ്സ്ലി ഗീവ്സ് A plus B. അങ്ങനെയാണെങ്കിൽ A plus B കേട്ടോ. K2 എത്രയായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. Concentration of A into concentration of B divided by concentration of C into concentration of D. ശരിയല്ലേ? അപ്പോൾ K2 is equal to എന്തായിരിക്കും മക്കളെ? ഇതിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 1/K1 എന്ന് എഴുതാം. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഓക്കെ, അപ്പോൾ K2 is equal to 1/K1 എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം തന്നിട്ട് അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ മീൻസ് A plus B റിവേഴ്സിലേക്ക് C plus D K1 ആണെങ്കിൽ തിരിച്ച് C plus D റിവേഴ്സിലേക്ക് A plus B എന്ന് പറയുന്നത് 1/K1 ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇൻവേഴ്സ് ആണ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണോ? അല്ലേ? എല്ലാവരോടുമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പം N2 plus 3H2 റിവേഴ്സിലേക്ക് ഈസ് 2NH3. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് X ആണെങ്കിൽ 2NH3 റിവേഴ്സിലേക്ക് ഈസ് N2 plus 3H2. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 1/X ആണ്. ശരിയല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നിങ്ങളോട് 4NH3 റിവേഴ്സിലേക്ക് ഈസ് 2N2 plus 6H2 ഇതിൻ്റെ ചോദിച്ചെന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തത് നോക്കുക, അത് X ആണ്. അത് തിരിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അമോണിയ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയവും വേണ്ട, 1/X. ആ 1/X നിങ്ങൾ എഴുതി. ഓക്കെ, ക്ലിയർ? അതിനുശേഷം ഇവിടെ നോക്കണം. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര അമോണിയാണ് ഉണ്ടായിരുന്നത്? 2. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? അപ്പം നിങ്ങൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശരിയല്ലേ? അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൈസ് ടു ദ പവർ 2 എടുക്കണം. മനസ്സിലായോ? മനസ്സിലായോ എന്തോ? മനസ്സിലായി. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിക്കോ, ഒരു പോയിന്റ് എഴുതിയിട്ട് പോവാം, അല്ലെങ്കിൽ 2 പോയിന്റ് എഴുതിയിട്ട് പോവാം. ഒന്ന്, ഇതിനെ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? 1/2A plus 1/2B റിവേഴ്സിലേക്ക് ഈസ് 1/2C plus 1/2D. അപ്പോൾ K2 സീക്വൽ ടു എത്രയെന്ന് കിട്ടും? K1 raised to 1/2. ശരി തന്നെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ K1 സ്ക്വയർ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ K1 ക്യൂബ്, ഇനി ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൈസ് ടു ഹാഫ്. അഥവാ K2 is equal to root of K1. ശരിയല്ലേ? ഇനി 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂബ് റൂട്ട് ഓഫ് K1 എന്ന് കിട്ടും. 1/3A plus 1/3B റിവേഴ്സിലേക്ക് ഈസ് 1/3C plus 1/3D. അപ്പോൾ K2 is equal to K1 raised to 1/3. അപ്പോൾ K2 is equal to ക്യൂബ് റൂട്ട് ഓഫ് K1. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായെന്നോ ഇല്ലെന്നോ?
ഓക്കെ. ഇമാതിരിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സാം ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. റിവേഴ്സിബിൾ ആയെങ്കിൽ 1/x വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ റൈസ് ടു 2 ഇടുക. 3 ആണെങ്കിൽ റൈസ് ടു 3 ഇടുക. പിന്നെ ഹാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ റൈസ് ടു 1/2 അഥവാ റൂട്ട് എടുക്കുക. ഇനി 1/3 ആക്കിയിട്ടുണ്ടെങ്കിൽ റൈസ് ടു 1/3 അഥവാ ക്യൂബ് റൂട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഞാൻ വേറെ അഡീഷണലൊക്കെ പഠിപ്പിക്കാറുണ്ട്. എന്നാലും ഒരു പോയിന്റോടെ ഞാൻ പഠിപ്പിച്ചിട്ട് പോവാം. ഓക്കെ, ഇതൊക്കെ ഷോർട്ട് നോട്ട് എഴുതിയായിരുന്നാ? ആ, കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞില്ലേ? ഓക്കെ, ശരി. അപ്പം ഞാൻ അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ആ പോയിന്റ് ഇതാണ്. എ റിവേഴ്സിലേക്ക് സി, ഇതിൻ്റെ ഇക്വൽ കോൺസ്റ്റന്റ് K1 എത്രയാ? കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. അതുപോലെ ബി റിവേഴ്സിലേക്ക് ഡി, അത് K2. കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഞാൻ ഈ റിയാക്ഷൻ ആഡ് ചെയ്തു, ഈ രണ്ട് റിയാക്ഷൻസിനെയും 1+2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് ആഡ് ചെയ്താൽ A+B, റിവേഴ്സിലേക്ക് റൈറ്റ് ആഡ് ചെയ്താൽ C+D. അത് K3 എന്ന് എടുത്തു കഴിഞ്ഞാൽ K3 is equal to concentration of C into concentration of D divided by concentration of A into concentration of B. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ K3 is equal to C/A എന്ന് പറയുന്നത് K1, ഓക്കെ, ഇൻറ്റു D/B എന്ന് പറയുന്നത് K2. അപ്പോൾ നമുക്ക് ഈ പറയുന്ന K3 is equal to K3 is equal to K1 divided by K2 എന്ന് എഴുതാം. മനസ്സിലായെന്നോ ഇല്ലെന്നോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? പിന്നെ K3 is equal to K1 into K2. രണ്ട് ഇക്വിലിബ്രിയങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ട് ഇക്വിലിബ്രിയങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ശരി. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ആക്ച്വലി പഠിച്ചത്? നമുക്ക് ഇപ്പോൾ ഏത് റിയാക്ഷൻ തന്നാലും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ അറിയാം. ഇപ്പം നിങ്ങളോട് H2 ഓക്കെ, H2 പ്ലസ് I2 റിവേഴ്സിലേക്ക് ഈസ് 2HI ഇങ്ങനെ ഇക്വേഷൻ തരുന്നു. ഇവിടെ നിന്ന് KC എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HI യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. ഇനി നിങ്ങളോട് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ, വേറെ പല ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കാം, അതിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അത് നമുക്ക് എഴുതാൻ നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിനെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് റൈസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിനെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് റൈസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടുക. ആ കോൺസ്റ്റൻ്റ് പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ആ ലോയുടെ പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗുഡ്ബർഗും വേഗുമാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പം പേജ് നമ്പർ 201
പ്രോബ്ലം 7.1 ഉണ്ട്. 7.1 എന്താ? The following concentrations were obtained for the determination of ammonia from N2 and H2 at equilibrium at 500 Kelvin. Calculate equilibrium constant. ഇതിനേക്കാൾ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം ചാപ്റ്ററിന് ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. എന്താണത്? The following concentrations were obtained for the formation of ammonia from N2 and H2 at equilibrium at 500 Kelvin. അപ്പോൾ കുറച്ച് കോൺസെൻട്രേഷൻ താഴെ തന്നിട്ടുണ്ട്. അത് ആരുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമോണിയ. എവിടെ നിന്ന്? നൈട്രജനിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും. അതിപ്പോൾ ഏത് കണ്ടീഷനിലാണ്? ഇക്വിലിബ്രിയം. ഏതാ ടെമ്പറേച്ചർ? 500 കെൽവിൻ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ തന്നിട്ടില്ല, പക്ഷേ നൈട്രജനിൽ നിന്നും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് അമോണിയ ആയി മാറുന്ന റിയാക്ഷൻ ഒരു യൂണിവേഴ്സൽ റിയാക്ഷനാണ്. എല്ലാ കുട്ടികൾക്കും ഇത് അറിയാമായിരിക്കും. ഓക്കെ, ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? KC, കോൺസെൻട്രേഷൻ ഓഫ് അമോണിയയുടെ സ്ക്വയർ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 അതിൻ്റെ ക്യൂബ്. ഓക്കെ, സോ KC is equal to ഒന്ന് പറഞ്ഞേ. KC is equal to what is the concentration of ammonia തന്നിട്ടുള്ളത്? 1.2 into 10⁻⁻², അത്രയും മോളാർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ അത്രയും മോളാർ. അപ്പോൾ മോളാർ സ്ക്വയർ യൂണിറ്റ് എഴുതാണ്. ഡിവൈഡ് ബൈ N2. N2ൻ്റെ എത്ര? 1.5 into 10⁻² മോളാർ ഇൻറ്റു H2. H2 എത്ര ഇടാം? 3 into 10⁻² മോളാർ. അതിൻ്റെ ക്യൂബാണ് അല്ലേ? അപ്പോൾ മോളാറിൻ്റെ ക്യൂബ് വരും. ഓക്കെ, ഇത്രയും ഞാൻ എഴുതുന്നുള്ളൂ, കാരണം ബാക്കി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഒന്ന് ബോർഡ് നോക്കിക്കോളൂ. ഇവിടെ m² ഉണ്ട്, ഇവിടെ m³ ഉണ്ട്. ക്യാൻസൽ ആയിപ്പോയി. താഴെ എമ്മും എമ്മും ഉണ്ടാവും, m² ഉണ്ടാവും. അത് മേളിൽ ചെല്ലുമ്പോൾ m⁻² വരും. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മോളാർ ⁻². ബാക്കിയുള്ള ടേം ഇവിടെ നിന്ന് എന്താണ് ചെയ്ത് കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടെത്തിക്കണം. നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവരോടുമാണ് ചോദിക്കുന്നത്, പറയരുത് കേട്ടോ. മനസ്സിലായെന്നോ ഇല്ലെന്നോ? അടുത്ത പ്രോബ്ലം 7.2 വായിച്ചേ. At equilibrium the concentrations of N2, O2, NO തന്നിട്ടുണ്ട്. ഇൻ എ സീൽഡ് വെസൽ അറ്റ് 800. What will be KC for the reaction? സെയിം ഐഡിയ ആണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. 7.2 എന്താണ് ക്വസ്റ്റ്യൻ? N2 ഗ്യാസ് നിങ്ങളുടെ കയ്യിലുണ്ട്, പ്ലസ് O2 ഗ്യാസ് നിങ്ങളുടെ കയ്യിലുണ്ട്. റിവേഴ്സ്ലി ഗീസ് 2NO ഗ്യാസ് നിങ്ങളുടെ കൈവശമുണ്ട്. എങ്കിൽ നിങ്ങൾ KC കണ്ടുപിടിക്കണം. KC is equal to concentration of NOയുടെ സ്ക്വയർ ഡിവൈഡ് ബൈ concentration of N2 into concentration of O2. So അപ്പോൾ KC is equal to what is the concentration of NO? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുമല്ലോ. NO 2.8 into 10⁻³ മോളാർ. അതിൻ്റെ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ ബാക്കി N2 എത്രടാ? 3 into 10⁻³ മോളാർ ഇൻറ്റു O2ൻ്റെ എത്രയാണ്? 4.2 into 10⁻³ മോളാർ. ചെയ്യാൻ പറ്റുമല്ല? ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുടെ ആദ്യ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് നിങ്ങളുടെ തന്നിട്ടുള്ളത് എന്താണ്? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഏതെങ്കിലും റിയാക്ഷനുകൾ തന്നിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറയാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിക്കാം. പിന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, 3 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ 2 പ്രോബ്ലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുവാനും സാധ്യതയുണ്ട്. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ഫോക്കസ് ഏരിയ പോയിന്റുകളിൽ കിടക്കുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയത്തിലുള്ളത്
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം അത് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുടെ എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട്. കെ സിയുടെ യൂണിറ്റ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കെ സി? കെ സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. ശരിയല്ലേ? അപ്പോൾ കെ സിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് മോൾ ലിറ്റർ റൈസ് ടു -1 ആണ് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ്. റൈസ് ടു സി ഇൻറ്റു മോൾ ലിറ്റർ റൈസ് ടു -1 റൈസ് ടു ഡി. അപ്പോൾ സി പ്ലസ് ഡി എന്നാവും. ശരിയല്ലേ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഇക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു സി. മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു ഡി. അപ്പോൾ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു സി പ്ലസ് ഡി. ഓക്കെ ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു എ. പിന്നെ അപ്പോൾ താഴെ എന്ത് വരും? മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു എ പ്ലസ് ബി. അപ്പോൾ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അതല്ലേ? ശരിയല്ലേ? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഇസ് ഇക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ N2 പ്ലസ് 3H2 റിവേഴ്സ്ലി ഈസ് 2NH3 2NH3. നോക്കിയാണ് കെ സിയുടെ യൂണിറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു സി പ്ലസ് ഡി. സി പ്ലസ് ഡി മീൻസ് പ്രോഡക്റ്റിൻ്റെ എണ്ണം, അത് 2 മൈനസ് റിയാക്ടൻറ്റിൻ്റെ എണ്ണം എത്ര? എ പ്ലസ് ബി. 3 + 1 4. മനസ്സിലായ? അപ്പോൾ എന്ത് കിട്ടും? മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു -2 അഥവാ മോൾ റൈസ് ടു -2 ലിറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ എന്തോ? ശരി. അപ്പോൾ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഐഡിയ ഞാൻ പറയുന്നേ ഉള്ളൂ. കെ സി സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. അപ്പോൾ കെ സി ഇവിടെ എടുക്കാം. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത പോയിന്റിലോട്ട് പോട്ടെ. ഓ, വന്നേ. അടുത്തത് ഇതിനകത്തുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് ഫേസ് ആണ്. അപ്പോൾ സാറിൻ്റെ വശം എ മോൾസ് ഓഫ് എ ഉണ്ട്, അത് ഗ്യാസ് ആണ്. പ്ലസ് ബി മോൾസ് ഓഫ് ബി ഉണ്ട്, അതും ഗ്യാസ് ആണ്. പ്ലസ് റിവേഴ്സ്ലി ഈസ് സി മോൾസ് ഓഫ് സി, അത് ഗ്യാസ് ആണ്. പ്ലസ് ഡി മോൾസ് ഓഫ് ഡി, അതും ഗ്യാസ് ആണ്. അപ്പോൾ എ പ്ലസ് ബി ബി റിവേഴ്സ്ലി ഈസ് സി സി പ്ലസ് ഡി ഡി, എല്ലാവരും ഗ്യാസാണ്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളെങ്കിലും ഗ്യാസ് ആണെങ്കിൽ അത് ഗ്യാസ് ഫേസ് റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ എല്ലാവരും ഗ്യാസ് ആണ് അല്ലേടാ? എന്തോ കൃഷ്ണപ്രിയ കേട്ടില്ല മക്കളെ? അത് അവിടുത്തെ നെറ്റ് പ്രോബ്ലം ആണ് സാധ്യത. എനിക്ക് സ്ട്രീമിംഗ് നന്നായിട്ടാണ് കാണുന്നത്. അഖിലിന അപർണയ്ക്ക പ്രണവിനാടാ കാണാം. സ്റ്റക്കാണെങ്കിൽ ഞാൻ ഒരു ഔട്ട് എടുത്തിട്ടുണ്ട് അല്ലാതെ, അപ്പോൾ എനിക്ക് ഔട്ടിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുഴപ്പമില്ല. അല്പം മുന്നോട്ട് പോകാൻ ഡിഫിക്കൽട്ടി നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോഴും ക്വാളിറ്റിയും കുറച്ചായിട്ടിരിക്കുന്നത്. മീൻസ് എന്താണ് 360 ആയിട്ടിരിക്കുന്നത്, 720 അല്ല.
ഓക്കെ, നോക്കാം. ഇപ്പോൾ എ പ്ലസ് ബി ബി റിവേഴ്സലി ഈ സി സി പ്ലസ് ഡി ഡി ഒന്ന് നോക്കിയാണ്. ഇവിടെ നിന്ന് കെ സി ഇസ് ഈക്വൽ ടു എത്രയാണ്? കെ സിക്ക് പകരം നമ്മളിവിടെ കെ പി ആണ് എഴുതുക. എന്താ കെ പി? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷറില്ല പറയുക, അതുകൊണ്ടാണ് കെ പി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റൈസ് ടു ബി, ഇതാണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി divided by partial pressure of A raised to A into partial pressure of B raised to B. ഇവിടെയുള്ള ഓരോ ഗ്യാസുകളുടെയും പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. പി ഇസ് ഈക്വൽ ടു എത്രയാണ്? എൻ ബൈ വി ആർ ടി ആണ്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എൻ ബൈ വി എന്ന് പറഞ്ഞാൽ സി ആർ ടി എന്ന് എഴുതാം. കാരണം നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയത്തിനാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് എ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ അതിന് ഇങ്ങനെ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് എ നമുക്ക് ഇങ്ങനെ എഴുതാം ഇൻറ്റു ആർ ടി. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് ബി എത്ര? കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി. പാർഷ്യൽ പ്രഷർ ഓഫ് സി എത്ര? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി. പാർഷ്യൽ പ്രഷർ ഓഫ് ഡി എത്ര? കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി. ഓക്കെ, അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി എത്രയാണ്? കോൺസെൻട്രേഷൻ ഓഫ് സി ആർ ടി ദ ഹോൾ റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ആർ ടി ദ ഹോൾ റൈസ് ടു ഡി. എന്തോക്കളെ? concentration of ART the whole raised to A into concentration of BRT the whole raised to B. Okay, അപ്പോൾ KP is equal to, okay, ഇത് C raised to C, D raised to D, A raised to A, B raised to B. അതിനാണ് നമ്മൾ KC എന്ന് വിളിക്കുന്നത്. C raised to C into D raised to D by A raised to A into B raised to B. ബാക്കി എന്തുണ്ട്? RT raised to C, RT raised to D. അപ്പോൾ RT raised to C plus D minus A plus B ഇങ്ങനെ എഴുതാം. ഓക്കെ, അഥവാ നമ്മൾ KP is equal to KC into RT raised to ഡെൽറ്റ എൻ എന്നാണ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ KP is equal to KC into RT raised to ഡെൽറ്റ എൻ. ഇതുപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ KP equal to KC into RT raised to ഡെൽറ്റ എൻ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ KP എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. KC എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. എന്താണ് R? R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 0.0831 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. ഈ വാല്യൂ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, ഇനി എന്താണ് ഡെൽറ്റ എൻ? എന്താണ് ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ എണ്ണം മൈനസ് ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻറ്റുകളുടെ എണ്ണമാണ് ഡെൽറ്റ എൻ. അല്ലാതെ തോന്നുന്ന പോലെ എഴുതരുത്. ഫോർ എക്സാമ്പിൾ 2A solid plus B gas എന്ന് എഴുതി. റിവേഴ്സ്ലി ഗീസ് 2C gas plus D gas എന്ന് ഞാൻ എഴുതി. ഇപ്പം നോർമലി ഡെൽറ്റ എൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ ചാടി വീണ് ഇവിടെ 2 1 3, അപ്പോൾ മൊത്തം 3 എണ്ണമായി, ഇവിടെയും 3. അപ്പോൾ C plus D minus A plus D 3 minus 3 ഡെൽറ്റ എൻ 0 എന്ന് പറയും. അത് തെറ്റാണ്, മനസ്സിലായോ? അപ്പോൾ ഡെൽറ്റ എൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ എൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ്
number of moles of gaseous reactant. How many gaseous products? 3. Is it 2? Is it 1? 3. Minus. How many gaseous reactant? Only 1. So, ഇവിടെ 2 എന്നാണ് കിട്ടുന്നത്. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഇയാൾ സോളിഡ് ആണ്. ഇയാൾ സോളിഡ്. ഇയാൾ എന്താണ്? ഗ്യാസ്. അപ്പോൾ Kp is equal to Kc into RT raised to delta n എന്ന ഇക്വേഷനിൽ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. മനസ്സിലായി കാണും? ഓക്കെ. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇതൊന്നും എഴുതാൻ വേണ്ടി ചോദിക്കത്തില്ല. ഇതാണ് എൻ്റെ ഇക്വേഷൻ. Kp is equal to partial pressure of C raised to C into partial pressure of D raised to D divided by partial pressure of A raised to A into partial pressure of B raised to B. അല്ലെങ്കിൽ Kp is equal to Kc into RT raised to delta n. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. യൂണിറ്റ് ഇവിടെ പറഞ്ഞിട്ട് വാ. യൂണിറ്റ് ഒന്ന് നോക്കിയേ. Kpയുടെ യൂണിറ്റ് നോക്കിയടാ. Kpയുടെ യൂണിറ്റ് പാർഷ്യൽ പ്രഷറിൻ്റെ യൂണിറ്റ് ATM ആണ്. അപ്പോൾ ATM റൈസ് ടു C ഇൻറ്റു ATM റൈസ് ടു D, ATM റൈസ് ടു C പ്ലസ് D മൈനസ് A പ്ലസ് B എന്ന് വരും. അഥവാ ATM റൈസ് ടു ഡെൽറ്റ n എന്ന് സാർ എഴുതി. മനസ്സിലായോ? അത് ബാർ റൈസ് ടു ഡെൽറ്റ n എന്ന് എഴുതാം, പാസ്കൽ റൈസ് ടു ഡെൽറ്റ n എന്ന് എഴുതാം, ടോർ റൈസ് ടു ഡെൽറ്റ n എന്ന് എഴുതാം, സെന്റിമീറ്റർ ഓഫ് മെർക്കുറി റൈസ് ടു ഡെൽറ്റ n, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി റൈസ്. അതെല്ലാം എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ്സ് ആണ്. ക്ലിയർ? ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൂടെ നോക്കട്ടെ. ഇപ്പോൾ 201 പേജിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? 7.4.1. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അപ്പം 202 പോവുകയാണെങ്കിൽ 202 പോയി കഴിഞ്ഞാൽ അവിടെ Kc ഒക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ Kp എഴുതിയിട്ടുണ്ട് പാർഷ്യൽ പ്രഷറിൻ്റെ ടേമിൽ. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഒക്കെ ഒടുവിൽ Kp is equal to Kc into RT raised to delta n എന്ന് 202 പേരിൽ റൈറ്റ് സൈഡിൽ അവർ എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ? അത് തന്നെയാണ് ഞാനിപ്പോൾ ബോർഡിൽ എഴുതി കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവിടെ ഒരു പ്രോബ്ലം 7.3 ഇല്ലേടാ? ഒരു പ്രോബ്ലം 7.3, 7.4, 7.5 ഒരു 3 പ്രോബ്ലം അവിടെ കിടപ്പുണ്ട്. ആ 3 പ്രോബ്ലങ്ങളൊന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ? കാരണം 7.4.1 കഴിഞ്ഞാൽ അടുത്തത് 7.5 ആണ്. അപ്പോൾ 7.4.1 ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ നമുക്കതെല്ലാം പഠിച്ചിരിക്കാം. ഓക്കെ? ഒന്ന് വന്നേ. Kp is equal to Kc into RT raised to delta n എന്ന് ഞാൻ പറഞ്ഞു. What is delta n? Sir, delta n is equal to number of moles of gaseous product minus number of moles of gaseous reactant. Correct അല്ലേ? ഓക്കെ. ഒന്ന് വന്നേ. ഇഫ് ഡെൽറ്റ n 0 ആണെങ്കിൽ, ഇഫ് ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഇഫ് ഡെൽറ്റ n ലെസ് ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഡെൽറ്റ n 0 ആണെങ്കിൽ RT റൈസ് ടു 0, എനി ക്വാണ്ടിറ്റി റൈസ് ടു 0, 1. സോ നോ ഡൗട്ട് Kp വിൽ ബി ഈക്വൽ ടു Kc. ശരിയല്ലേ? ഇനി ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, 1 ഗ്രേറ്റർ ദാൻ 1 എന്നാണ് എഴുതിയത് അല്ലേ? ഗ്രേറ്റർ ദാൻ 0 എന്നാണ് എഴുതേണ്ടിയിരുന്നത്. ഓക്കെ. ഗ്രേറ്റർ ദാൻ 0, 0 1. 1 വന്ന എന്താ പ്രത്യേകത? Kp is equal to Kc into RT raised to 1. അഥവാ Kp is equal to Kc into RT. Kp equal to Kc into RT ആണെങ്കിൽ ആരാ വലുത്? Kp ആണോ Kc ആണോ വലുത്? Kp ആണ്. ഓക്കെ. അപ്പോൾ കാരണം Kp എന്ന് പറയുന്നത് Kc into RT ആണ്. അപ്പോൾ നോർമലി ഇവിടെ Kp ഗ്രേറ്റർ ദാൻ Kc ആയിരിക്കും. മീൻസ് ഈ സിമ്പിൾ തന്നെയാണ് ഇവിടെയും വരിക. മനസ്സിലായോ? അല്ലെങ്കിൽ Kp ഇവിടെ ലെസ് ദാൻ Kc ആയിരിക്കും. ഇഫ് ഡെൽറ്റ n ലെസ് ദാൻ 0, Kp ലെസ് ദാൻ Kc. ഇഫ് ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0, Kp ഗ്രേറ്റർ ദാൻ Kc. ഇഫ് ഡെൽറ്റ n ഈക്വൽ ടു 0, Kp is equal to Kc. ക്ലിയർ? ശരി. അപ്പം ഇനി അടുത്തെനിക്ക് പറയാനുള്ളത് പ്രോബ്ലം 7.3. അപ്പം ഞാൻ പ്രോബ്ലം 7.3 പറയുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം 7.3 നോക്കുക.
PCl5, PCl3 and Cl2 are at equilibrium at 500 Kelvin and having concentrations 1.59 molar PCl3, 1.59 molar Cl2 and 1.41 molar PCl5. Calculate Kc for the reaction. So it is a very simple reaction. Kc ആണ് PCl5 reversely gives PCl3 plus Cl2. ഇതല്ലേ equation? അല്ലേ? Kc ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ equation? Concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. So it's a very simple question കാരണം നിങ്ങൾക്ക് concentration at equilibrium തന്നിട്ടുണ്ട്. PCl5ൻ്റെയും PCl3യുടെയും Cl2ൻ്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ആ വാല്യൂകൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മനസ്സിലായോ? എല്ലാവരോടും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി അപ്പം ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ, കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം 7.4 ആണ്. The value of Kc is equal to 4.24 at 800 Kelvin for the reaction. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് മക്കളെ. CO അയാൾ ഗ്യാസ് ആണ്, ആയിക്കോട്ടെ. പ്ലസ് H2O, അതെ, അയാളും ഗ്യാസ് ആണ്. ഓക്കെ. റിവേഴ്സ്ലി ഗീവ്സ്, പിന്നെ എന്താ മക്കളെ? CO2, അയാളെന്താ? അയാളും ഗ്യാസ് ആണ്. പ്ലസ് H2, അയാളും ഗ്യാസ് ആണ്, ആയിക്കോട്ടെ. Calculate the equilibrium concentrations of carbon dioxide, hydrogen, carbon monoxide and H2O at 800 Kelvin. Reverse question ആണ്. Concentration കണ്ടുപിടിക്കണം. If only CO and H2 are present initially at a concentrations of 0.10 molar each. Initially, തുടക്കത്തിൽ ആര് മാത്രമാണ് ഉണ്ടായിരുന്നത്? COയും H2. എത്ര വീതം പറഞ്ഞേ? 0.1 molar. 0.1 എന്നാ 10 എന്നാണ് എഴുതിയത്. 10, കുഴപ്പമില്ല. 0.1 തന്നെ, ഞാൻ പിന്നെ അങ്ങനെ അതുപോലെ എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇനിഷ്യലി ഇയാൾ ഇല്ലല്ലോ മക്കളെ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. CO ആദ്യം 0.10 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എക്സ് റിയാക്ട് ചെയ്ത് പോയി. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബാക്കി എത്രയുണ്ട്? 0.1 മൈനസ് എക്സ്. ക്ലിയർ ആയിട്ട് കേൾക്കണേ മക്കളെ. ബേസിക് കോൺസെപ്റ്റിലെ സ്റ്റോഷിയോമെട്രി അനുസരിച്ച് ഇത് 1, ഇത് 1, ഇത് 1, ഇത് 1. 1 റിയാക്ട് ചെയ്താൽ ഇയാൾ 1 റിയാക്ട് ചെയ്യും, ഇയാൾ 1 കിട്ടും, ഇയാൾ 1 കിട്ടും. ശരിയല്ലേ? അപ്പോൾ എക്സ് റിയാക്ട് ചെയ്താൽ ഇയാൾ 1 റിയാക്ട് ചെയ്താൽ ഇയാൾ 1 റിയാക്ട് ചെയ്യും. അപ്പോൾ ഇയാൾ 2 റിയാക്ട് ചെയ്താൽ ഇയാൾ 2 റിയാക്ട് ചെയ്യും. ഇയാൾ എക്സ് റിയാക്ട് ചെയ്താൽ ഇയാൾ എക്സ് റിയാക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇയാളും എക്സ് തന്നെ റിയാക്ട് ചെയ്യും. ബാക്കി എത്ര? അയാൾ ബാക്കി 0.1 മൈനസ് എക്സ്. ഓക്കെ. ഇത് ഇക്വിലിബ്രിയം ആയപ്പോഴാണ്. അറ്റ് ഇക്വിലിബ്രിയം. ഇതെപ്പോഴാണ്? ഇനിഷ്യലി. ഡൗട്ടില്ലല്ല? ഇല്ല. ഇവിടെ നിന്ന് 1ൽ നിന്ന് 1 കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് കിട്ടും, ഇവിടെയും എക്സ് കിട്ടും. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഉറപ്പായിട്ട് മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് വന്നേ, ഇനി കഴിഞ്ഞു. Kc എത്രയാ? Kc is equal to concentration of CO2 into concentration of H2 divided by concentration of CO into concentration of H2. എല്ലാം ശ്രദ്ധിച്ചോണം. എല്ലാവരും ഗ്യാസ് ആയിരിക്കണം കേട്ടോ, അല്ലാതെ സോളിഡ് ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പാടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഇതെല്ലാം ഗ്യാസാണ് തന്നിരിക്കുന്നത്, കുഴപ്പമില്ല, ഈസിയായിട്ട് എഴുതാം. ഓക്കെ. CO2ൻ്റെ വാല്യൂ പറയടാ. എക്സ് ഇൻറ്റു മറ്റത് എക്സ് ഡിവൈഡഡ് ബൈ 0.1 മൈനസ് എക്സ് ഇൻറ്റു 0.1 മൈനസ് എക്സ്. ശരിയല്ലേ? എക്സ് ഇൻറ്റു എക്സ് എത്രടാ? എക്സ് സ്ക്വയർഡ് ഡിവൈഡ് ബൈ 0.1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ശരി തന്നെ?
അപ്പം ഞാൻ എക്സ് ഡിവൈഡഡ് ബൈ 0.1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു, അതല്ലേ കെ സി എന്ന് പറയുന്നത്. അയ്യോ, കെ സി അല്ലേ ഈ എഴുതിയിരിക്കുന്നത്. അപ്പം ആ കെ സിയുടെ വാല്യൂ എത്ര ക്വസ്റ്റ്യനിൽ കാണുമല്ല? 4.24. ശരി തന്നെ, 4.24. അപ്പം എക്സ് ഡിവൈഡഡ് ബൈ 0.1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര? ഇത് ഇസ് ഈക്വൽ ടു രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് എത്ര? 4.24. പിന്നെ ബോർഡ് എക്സാം ആയതുകൊണ്ട് എത്ര എളുപ്പമാണ് ഇത് ഉപയോഗിക്കുക. ഏത് കാൽക്കുലേറ്റർ? 0.1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 4.24 അടിച്ചു നോക്ക്. അറിഞ്ഞൂടാ, നീ റൂട്ട് അടിച്ചാൽ മതി. 2.09. ആയിക്കോട്ടെ, 2.06. എന്നിട്ട് ബോർഡ് നോക്കിക്കോ, ബോർഡ് നോക്കിക്കോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സീക്വൽ ടു, ഇത് അപ്പുറത്ത് കൊണ്ടുപോകണം. 0.1 മൈനസ് എക്സ് ഇൻറ്റു 2.06 വരും. എന്നിട്ട് എക്സ് സീക്വൽ ടു 0.1 ഇൻറ്റു ഇത് അത്രയാണ് 0.206 എന്ന് വരും. മൈനസ് എക്സ് ഇൻറ്റു ഇത് അത്ര 2.06 എക്സ് എന്ന് വരും. കറക്റ്റ് തന്നെ? 0.1 ഇൻറ്റു 2.06 എന്ന് പറഞ്ഞാൽ 0.1 മീൻസ് 1/10 ആണ്. 1/10 ഇൻറ്റു 2.0, അതാണ് 0.206 എഴുതിയത്. അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എത്ര കിട്ടും? 3 പോയിൻറ്റാ. ഇപ്പുറത്ത് വരുമ്പം 3.06 എക്സ് ഈക്വൽ ടു 0.206. ഇത് ഇപ്പുറത്ത് വരുമ്പോഴേ ഇവിടെ ഒരു പ്ലസ് എക്സ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് 2.06 ഇവിടെ ഉള്ള എക്സും കൂടെ ചെയ്യുമ്പോൾ 3 പോയിന്റ് ആയി. മനസ്സിലായടാ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.206 ഡിവൈഡഡ് ബൈ 3.06 വരും. അതെത്രയാണോ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടി. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് CO? What is the concentration of H2O? What is the concentration of carbon dioxide? What is the concentration of H2? ഇതെല്ലാം കണ്ടുപിടിക്കണം. So what is the concentration of CO? CO-യുടെ കോൺസെൻട്രേഷൻ എത്ര മക്കളെ? 0.1 മൈനസ് എക്സ്. അപ്പോൾ എക്സ് കണ്ടുപിടിച്ചാൽ 0.1 സബ്ട്രാക്ട് ഇവിടെ എഴുതുക. ഇതും 0.1 മൈനസ് എക്സ്. ഇത് എക്സ്, ഇത് എക്സ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ചെയ്തിവിടെ പറയാം. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് സ്ക്വയർ ചെയ്തു, ഈ 0.1 മൈനസ് എക്സിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഒരു എക്സ് സ്ക്വയറിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്താണ് പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac അല്ലേ? ഡിവൈഡ് ബൈ 2a. ബൈ 2a. ആ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് സ്ക്വയർ, ഇത് 0.1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പം ഞാൻ എന്ത് ചെയ്തു? രണ്ടിനും കോമൺ ആയിട്ട് അങ്ങ് റൂട്ട് ഇട്ട്. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഒക്കെ ചെയ്തിരിക്കേണ്ടത്. അത് എന്താണ്, അങ്ങനെയൊക്കെ ചെയ്ത സമയം കളയേണ്ട ആവശ്യമില്ല. ഇത്രയും സ്റ്റെപ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ഈ പറയുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് തന്ന ടോപ്പിക്കിൽ ഉള്ളത് കൊണ്ട് ഞാനത് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിഷ്യലി എഴുതി ഇക്വിലിബ്രിയം ആകുമ്പോൾ കുറച്ച് റിയാക്ട് ചെയ്ത് പോയി. അത് സ്റ്റോഷിയോമെട്രി അനുസരിച്ച് 0.1 മൈനസ് എക്സ്, 0.1 മൈനസ് എക്സ്, എക്സ്, പിന്നെ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതി റെഡിയാക്കി. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം പറയട്ടെ. 7.5. ഓക്കെ, പ്ലസ് 7.5 നോക്കിയാണ്. ഫോർ ദ ഇക്വിലിബ്രിയം 2NOCl. For the equilibrium 2NOCl gas, okay, reversibly gives 2NO gas, okay, plus Cl2 gas. ആയിക്കോട്ടെ. എന്താണ് ദ വാല്യൂ ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc തന്നിട്ടുണ്ട്. അപ്പോൾ Kp കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. Kp ഈക്വൽ എത്ര മക്കളെ? Kp ഈക്വൽ ടു
ഇൻറ്റു ആർ ഡെൽറ്റ എൻ. കണ്ടെത്തേണ്ടത് എന്താണ്? കെ പി ആണോ കെ സി ആണോ? കെ പി. കെ പി ഈക്വൽ ടു കെ സി എത്ര? 3.75 ഇൻറ്റു എത്ര? -6 ഇൻറ്റു ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ 0.0831 ആണ് ഇടേണ്ടത്. ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. T1069 the whole raised to. What is delta n? Number of moles of gaseous product 2 plus 1 3 minus number of moles of gaseous reactant 2. So answer 1. അപ്പോൾ റൈസ് ടു ദ പവർ 1. റൈസ് ടു ദ പവർ 1 അത് തന്നെ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമല്ലോ. And this question is very simple. ചെയ്യാൻ പറ്റും. അപ്പോൾ 7.4.1 അവസാനിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഗ്യാസ് ഫേസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? കെ പിയുടെ ടൈമിൽ എഴുതും. കെ പി എത്ര? കെ പി is equal to എത്രയാണ് കെ പി? കെ പി is equal to partial pressure of C raised to C into partial pressure of D raised to D divided by partial pressure of A raised to A into partial pressure of B raised to B അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്തേ? പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? കെ പി is equal to കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ഇക്വേഷൻ എഴുതി. ഡെൽറ്റ എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. ആ ഇക്വേഷൻ നമ്മൾ എഴുതി. ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുന്ന പ്രോബ്ലംസും ചെയ്തു. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? മൂവിങ് ടു അടുത്ത ഫോക്കസ് ഏരിയ പോയിൻ്റായിട്ട് നിങ്ങളുടെ എന്താണ് സിലബസിൽ തന്നിരിക്കുന്നത് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. ഓക്കെ, അത് പഠിക്കാം നമുക്ക് പോയിട്ട്. പേജ് നമ്പർ 214 അറീനിയസ് കോൺസെപ്റ്റ് കിടക്കുന്നത്. നമുക്ക് 214 വരാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അതെ, ലിങ്ക് ഇട്ട് തരും. ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. ആ ശരി. പേജ് നമ്പർ 214 വന്നാ? ഓക്കെ. അപ്പം ഞാൻ അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് പഠിപ്പിക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഒരു ആസിഡ് എന്താണ്, ഒരു ബേസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അതിൽ 3 കോൺസെപ്റ്റുകളാണ് 11ൽ പഠിക്കാനുണ്ടായിരുന്നത്. ആ 3 കോൺസെപ്റ്റും ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു, ഈ 3 കോൺസെപ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിരിക്കും, ഉറപ്പായി. ഓക്കെ, അതുകൊണ്ട് അത് പഠിക്കുക. അപ്പോൾ അതിലെ ഫസ്റ്റ് കോൺസെപ്റ്റാണ് അറീനിയസ് കോൺസെപ്റ്റ്. അറീനിയസ് കോൺസെപ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രോൺസ്റ്റഡ് ലൗറി, അത് കഴിഞ്ഞാൽ ലൂയിസ് കൺസെപ്റ്റ്. അപ്പം ഞാൻ ആദ്യം അറീനിയസ് കോൺസെപ്റ്റ് പറയാം. ഓക്കെ, സാറിൻ്റെ കയ്യിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, HCl. അതിനെ സാറ് വാട്ടറിലേക്ക് ഇട്ടു. HClനെ വാട്ടറിലേക്ക് ഇടുന്നത് 2 രീതിയിൽ എഴുതാം. വാട്ടറിലിട്ടാൽ ഇയാൾ H+ഉം Cl- ആയിട്ട് മാറും. ഈ കാണുന്ന അയോണിൻ്റെ പേരാണ് ഹൈഡ്രജൻ അയോൺ. ഹൈഡ്രജൻ അയോൺ. യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ അയോണുകൾക്ക് H+കൾക്ക് H+ എന്ന് വെച്ചാൽ പ്രോട്ടോൺ ആണ്, വളരെ ചെറുതാണ്. അവർക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻ്റായി എക്സിസ്റ്റ് ചെയ്യാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പ്ലസ് വാട്ടർ എന്നും കൂടെ എഴുതി ആ എച്ചിനെ വാട്ടറുമായി ചേർത്ത് H3O++ Cl- എന്ന് എഴുതും. ഇപ്പോൾ H+ ഒറ്റയ്ക്കല്ല, H+ വാട്ടറിൻ്റെ സർഫസിൽ കയറി ഇരിക്കുകയാണ്. അതാണ് H3O+. മനസ്സിലായോ? വാട്ടറിൻ്റെ സർഫസിൽ H+ കയറിയിരിക്കുന്നു.
വാട്ടറിൻ്റെ സർഫസിൽ H+ കയറിയിരിക്കുന്നു. അപ്പോൾ 2H1 3H, അപ്പോൾ H3O+. ഇയാളുടെ പേരാണ് ഹൈഡ്രോണിയം അയോൺ. അപ്പോൾ ഇത് ഹൈഡ്രജൻ അയോൺ, ഇത് ഹൈഡ്രോണിയം അയോൺ. ഓക്കെ, അപ്പോൾ എന്താണ്, രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഇയാളെ വാട്ടറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് H+ ആണ്. വാട്ടറിനെ മാറ്റി നിർത്തണം നിർബന്ധമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ H3O+ൻ്റെയും H+ൻ്റെയും പ്രോപ്പർട്ടി ഒക്കെ സെയിം ആണ്. ആരെയാണോ വാട്ടറിലിടുമ്പോൾ ഹൈഡ്രജൻ അയോൺ അഥവാ ഹൈഡ്രോണിയം അയോണിനെ തരാൻ കഴിയുന്നത് അയാളുടെ പേരാണ് ആസിഡ്. So according to Arrhenius, an acid is a substance which can furnish hydrogen ion or hydronium ion in aqueous solution. വാട്ടറിലിടുമ്പോൾ ആരാണോ ഹൈഡ്രജൻ അയോണിനെ തരുന്നത് അയാളുടെ പേരാണ് ആസിഡ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി അപ്പോൾ HCl ആസിഡാണ്, ഹൈഡ്രജൻ അയോണിനെ കൊടുക്കാൻ കഴിയും. പിന്നെ ഇങ്ങനെ ഹൈഡ്രോണിയം അയോണിനെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ H2SO4 എഴുതി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? H2SO4നെ വാട്ടറിലേക്ക് ഇട്ടാൽ ആദ്യം ഒരു H+ഉം പിന്നെ HSO4- ആയിട്ട് മാറും. എന്നിട്ടോ ആ HSO4- അടുത്ത H+നെ കളഞ്ഞ് വീണ്ടും SO4 2- H+ ആയിട്ട് മാറും. അപ്പോൾ H2SO4ന് ആക്ച്വലി എത്ര H+നെ കൊടുക്കാൻ പറ്റും? 2. അപ്പോൾ H+നെ കൊടുക്കാൻ പറ്റിയ ആസിഡ്. അപ്പോൾ H2SO4 ആസിഡാണ്, HCl ആസിഡാണ്. എത്ര H+നെയാണോ കൊടുക്കാൻ കഴിയുന്നതിനെ ബേസിസിറ്റി എന്ന് വിളിക്കും. ബേസിസിറ്റി. അതുകൊണ്ട് HClൻ്റെ ബേസിസിറ്റി 1 ആണ്, H2SO4ൻ്റെ ബേസിസിറ്റി 2 ആണ്. ഓക്കെ, അതുപോലെ H3PO4 എടുത്താൽ അയാൾ ആദ്യം H+ഉം H2PO4- ആയിട്ട് മാറും. അത് പിന്നീട് H+ഉം HPO4 ആയിട്ട് മാറും. അത് പിന്നീട് H+ഉം PO4 ആയിട്ട് മാറും. That means it can furnish how many hydrogen? 3. 3 ഹൈഡ്രജൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അയാളുടെ ബേസിസിറ്റി എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. What is an acid? What is an Arrhenius acid? According to Arrhenius, an acid is a substance which can furnish hydrogen ion or hydronium ion in aqueous solution. Clear? പിന്നെ എന്താണ്? The number of hydrogen ion or hydronium ion that can be furnished by an acid is called its basicity. So HCl is a monobasic acid. That means the basicity 1. H2SO4 is a dibasic acid. That means its basicity 2. H3PO4 is a tribasic acid. Its basicity 3. Clear? ഓക്കെ, ഇനി നോർമലി പഠിപ്പിക്കുമ്പോൾ വേറെ എക്സെപ്ഷൻസ് കേസും ഒക്കെ പഠിപ്പിക്കും. ഇത് ആക്ച്വലി ഫോക്കസ് ഏരിയ ഡിസ്കഷൻ ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡെപ്തിലോട്ട് ഇറങ്ങാത്തത്. അത്രയും കാര്യങ്ങൾ മതിയാവും. ഓക്കെ, ക്ലിയർ? ഇനി ഒരു കാര്യം കൂടെ പറയാം. എന്താണ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം NaOH ഞാൻ എടുക്കും. NaOHനെ സാറ് വാട്ടറിലേക്ക് ഇട്ടു. വാട്ടറിലേക്ക് ഇട്ടപ്പോൾ അയാൾ Na+ഉം OH- ആയിട്ട് മാറി. ഈ അയോണിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോണിയം അയോൺ. മറ്റേ ഹൈഡ്രോണിയം അല്ല, തെറ്റിപ്പോയി, ഹൈഡ്രോക്സിൽ അയോൺ കേട്ടോ. ഹൈഡ്രോക്സിൽ അയോൺ. അപ്പം ആർക്കാണോ വാട്ടറിൽ പോയി വീഴുമ്പോൾ ഹൈഡ്രോക്സിൽ അയോണിനെ ഫർണിഷ് ചെയ്യാൻ കഴിയുന്നത്, അതിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നത്, അയാളെ വിളിക്കുന്ന പേരാണ് base. But acid is a substance which can furnish hydronium ion or hydrogen ion, and base is a substance which can furnish hydroxyl ion in aqueous solution. Clear? NaOH ഒരു ബേസ് ആണ്. കാരണം അയാൾക്ക് ഓയിസ്മെൻറ്റ്സിനെ കൊടുക്കാൻ പറ്റും. എത്ര ഓയിസ്മെൻറ്റ്സിനെ കൊടുക്കാൻ പറ്റുമോ അതിനെ അസിഡിറ്റി എന്നോ അസിഡിസിറ്റി എന്നോ ഹൈഡ്രോക്സിസിറ്റി എന്നോ വിളിക്കും. സോ വാട്ട് ഈസ് ദ അസിഡിസിറ്റി ഓഫ് NaOH ചോദിച്ചു കഴിഞ്ഞാൽ 1. അതുപോലെ സാർ CaOH ടോയ്സ് എടുത്തു കഴിഞ്ഞാൽ അയാൾ വെള്ളത്തിലിട്ടാൽ Ca2+ഉം
രണ്ട് OH മൈനസും ആയിട്ട് മാറും. ഇയാളുടെ ബേസിസിറ്റി 2. ഞാൻ AlOH ത്രൈസ് എടുത്തു കഴിഞ്ഞാൽ അയാൾ 3 OH മൈനസിനെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അയാളുടെ അസിഡിസിറ്റി 3, ഇയാളുടെ അസിഡിസിറ്റി 1. സോ ദിസ് ഈസ് മോണോ അസിഡിക് ബേസ്, ദിസ് ഈസ് ഡൈ അസിഡിക് ബേസ്, ഇത് ട്രൈ അസിഡിക് ബേസ്. അപ്പം ആസിഡ് എത്ര H+ കൊടുക്കുമോ അത് ബേസിസിറ്റി. ബേസ് എത്ര OH മൈനസിന് കൊടുക്കുമോ അതിൻ്റെ പേര് അസിഡിസിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി, അല്ലെങ്കിൽ OH ആയതുകൊണ്ട് ഹൈഡ്രോക്സിസിറ്റി എന്ന് പറയുന്നവരും ഉണ്ട്. ക്ലിയർ ആണോ അല്ലേ? ഓക്കെ. ഇനി ആ പേജ് നമ്പർ 214 ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണും, കണ്ടോ? ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കുറച്ചുകൂടെ ലെവൽ കൂടിയ കാര്യങ്ങളാണ്, എന്നാലും പറയണം. H+ സിലബസിൽ കിടക്കുന്നതുകൊണ്ടാണ്. H+ഉം ഒരു വാട്ടറും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും പറഞ്ഞേ? ഈ H+ ഒരു വാട്ടർ കൂടെ H3O+, ശരിയല്ലേ? ഓക്കെ. വാട്ടറിലേക്ക് H+ വീഴുമ്പോൾ ചുറ്റും ഒരു വാട്ടർ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു H+ന് ചുറ്റും വേണമെങ്കിൽ 2 വാട്ടർ മോളിക്യൂൾ പറ്റിപ്പിടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ H5O+ എന്നാവും, ശരി തന്നെ? H5O2+, കറക്റ്റ് അല്ലടാ? 4 ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ, അപ്പൊ 5 എണ്ണമായി 2 ഓക്സിജൻ O2+. ക്ലിയർ ആണോ അല്ലേ? ചിലപ്പോൾ H+ന് ചുറ്റും 3 വാട്ടർ മോളിക്യൂൾ പറ്റിപ്പിടിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ H7O3+ ആവും. ക്ലിയർ? H+ന് ചുറ്റും 4 വാട്ടർ മോളിക്യൂൾ പറ്റിപ്പിടിച്ചിരിക്കാം. അങ്ങനെ H9O4+ ആവും. ഓക്കെ. ഇവരെയെല്ലാം കൂടെ കോമൺ ആയിട്ടാണ് നമ്മൾ H3O+ എന്ന് എഴുതാറ്. ഹൈഡ്രേറ്റഡ് H+ന് ചുറ്റും വാട്ടർ വന്നിരിക്കും. അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ് ആക്ച്വലി H3O+. ക്ലിയർ ആണോ? അതായത് H+നെ വെള്ളത്തിലിട്ടാൽ H+ന് ആക്ച്വലി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള എബിലിറ്റി ഇല്ല. നോർമലി ഇറ്റ് മേ കമ്പൈൻസ് വിത്ത് 1 വാട്ടർ ഓർ 2 വാട്ടർ ഓർ 3 വാട്ടർ ഓർ മോർ, എന്തോ ആയിക്കോട്ടെ. സോ യു ക്യാൻ ജനറലി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് H3O+. അത് ആക്ച്വലി H3O+ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടറുമായിട്ട് ചേരാം 2, 3, 4 ഒക്കെ. അപ്പോൾ വാട്ടറിൽ H+ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയോ 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 ഇങ്ങനെയോ, ഇനി 5 വാട്ടർ വരാം, അങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായി കാണും? അതുപോലെ OH- വാട്ടർ ചേർന്ന് നിൽക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? H3 3, പിന്നെ 2 ഓക്സിജൻ മൈനസ്. അതുപോലെ OH- 2 വാട്ടർ ചേർന്ന് നിൽക്കാറുണ്ട്. അപ്പം എന്ത് കിട്ടും? H5O3-. ഇത് മനസ്സിലായോ? അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. H3O2-, H5O3-. ഇനി OH- 3 വാട്ടർ കൂടെ എഴുതാം, 3 വാട്ടർ. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ എന്ത് കിട്ടും? ഇത് 6, 1, 7. അപ്പോൾ H7, ഓക്സിജൻ 3, 1, 4, H7O4-. അപ്പം ഹൈഡ്രജൻ അയോണും ഹൈഡ്രോക്സിൽ അയോണും വാട്ടറിൽ എങ്ങനെയൊക്കെ നിൽക്കുമെന്നാണ്. അപ്പം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു. എന്താണ് നിങ്ങൾ അറിയുക? According to Arrhenius, an acid is a substance which can furnish hydrogen ion or hydronium ion in aqueous solution, and base is a substance which can furnish hydroxyl ion, means OH- ion in aqueous solution. Clear? Then the number of H+ ions or the number of H3O+ ion that can be furnished by an acid is called its basicity, and the number of OH- ions that can be furnished by a base is called its acidity. Okay. എത്ര OH കളയോ അത് അസിഡിസിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി, എത്ര H+ കളയോ അത് ബേസിസിറ്റി. ഓക്കെ. ഇനി H+ ആയിട്ടാണോ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുക? അല്ല, ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അതെങ്ങനെയൊക്കെ? H3O+ ആവാം, അതുപോലെ ഇങ്ങനെയൊക്കെ ആവാം. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാട്ടർ ആഡ് ചെയ്ത് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഫോമുല എഴുതാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ OH- ആയിട്ടാവണമെന്നില്ല, കൂടെ വാട്ടർ നിൽക്കാം, ഇങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി? ഓക്കെ. അപ്പോൾ സാറിന് ഇനി അടുത്ത് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റിലോട്ട് പോകാമല്ലോ.
ശരി, നോക്കിക്കോളൂ. ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചധികം കാര്യങ്ങൾ പറയണം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലത്തെ എക്സാമ്പിൾ തന്നെ എഴുതാം. ഇപ്പം അമോണിയ അതിനെ വാട്ടറിലേക്ക് ഇട്ടു. അപ്പോൾ NH4+ കിട്ടി, OH- കിട്ടി. ബോർഡ് നോക്കിയിരിക്കണം. H+ ഇങ്ങോട്ട് കൊടുത്തു. ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അറീനിയസ് കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ആകുന്നത് വെച്ച് മാത്രമേ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? വാട്ടറിൽ ഇട്ട് ഡിസോൾവ് ആക്കിയിട്ട് അയണൈസ് ചെയ്താലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ അമോണിയ, എന്നാൽ മറ്റ് ഫേസിലിരിക്കുന്ന ആൾക്കാർ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ആൾക്കാർ, വാട്ടറിൽ ഇങ്ങനെ ഈ പറഞ്ഞ അയണൈസേഷൻ ഒന്നും വിധേയമാകാതെ തന്നെ നമുക്ക് അസിഡിക് ആയിട്ട് പറയേണ്ട സാഹചര്യം വന്നാൽ എങ്ങനെ പറയും? അമോണിയ NH3. അമോണിയയുടെ പ്രത്യേകത, അമോണിയക്കകത്ത് OH ഇല്ല, പക്ഷേ അയാൾ ബേസ് ആണ്. SO2 അതിനകത്ത് H+ ഇല്ല, അയാൾ ആസിഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് H+ ഇല്ല, ആസിഡാണ്. അങ്ങനെയുള്ളവരുടെയൊക്കെ അസിഡിക് ക്യാരക്ടറും ചില ആൾക്കാരുടെ ബേസിക് ക്യാരക്ടറൊക്കെ പറയാൻ കഴിയാതെ പോയത് കൊണ്ടാണ് അറീനിയസ് കോൺസെപ്റ്റ് നമ്മൾ ഉപേക്ഷിക്കുകയും അതിന് പകരം ഈ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുകയും ചെയ്യുന്നത്. മുന്നോട്ട് പോവാം. അപ്പം ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് ആണ്. അപ്പം ഇതിനകത്ത് എന്താണ് വരുന്നത്? സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഒരു H+ ഇങ്ങോട്ട് വന്നു. ആരാണോ H+നെ കൊടുക്കുന്നത് അവൻ്റെ പേര് ആസിഡ്. ആരാണോ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവൻ്റെ പേര് ബേസ്. ഇതാണ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്. അപ്പോൾ H+ ആണ് ഇവിടുത്തെ കൺസെപ്റ്റ്. നേരത്തെ H+ തന്നെ. ഇയാൾ H+നെ പ്രോട്ടോൺ എന്നിവിടെ അങ്ങോട്ട് വിളിച്ചിരിക്കും. ഓക്കെ, പ്രോട്ടോൺ ഡോണറിൻ്റെ പേര് ആസിഡ്, പ്രോട്ടോൺ അക്സെപ്റ്ററിൻ്റെ പേര് ബേസ്. ഓക്കെ, acid is a proton donor and base is a proton acceptor. അതാണ് ഈ കൺസെപ്റ്റ്. ഇയാൾ H+നെ ഇങ്ങോട്ട് കൊടുത്തു, പ്രോട്ടോൺ കൊടുത്തു. സോ വാട്ടർ ഈസ് ആൻ ആസിഡ്. ഇയാൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അമോണിയ ഈസ് എ ബേസ്. തിരിച്ച് ചിന്തിച്ചാൽ NH4+ ഒരു H+നെ അങ്ങോട്ട് കൊടുത്താൽ NH3 ആയിട്ട് മാറാം. അപ്പോൾ NH4+ന് H+നെ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ഇയാൾ ബേസ് ആണ്. ആ OH- H+നെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് വാട്ടർ ആയിട്ട് മാറുക, അതുകൊണ്ട് ഇയാൾ ആസിഡ് ആണ്. ഒരു അയോൺ പോലും ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബേസ് ആസിഡ്, പിന്നെ അത് ബേസ് ആസിഡ്. അപ്പോൾ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്, ആരാണോ H+നെ കൊടുക്കുന്നത് അയാൾ ആസിഡ്, ആരാണോ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നത് അയാൾ ബേസ്. ഞാൻ വാട്ടറും HCl എടുത്തു. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് H3O+ഉം Cl- ആയിട്ട് മാറി. നോർമലി ഇവിടെ H+ ഇങ്ങോട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് ഇയാൾ ആസിഡാണ്, ഒരു സംശയമില്ല. H+ കിട്ടിയ ഇയാൾ ബേസ് ആണ്. അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞത് വാട്ടർ ആസിഡ് എന്നാണ്, ഇപ്പോൾ പറയണത് വാട്ടർ ബേസ് എന്നാണ്. വാട്ടറിന് ആസിഡായിട്ടും ബേസായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അതുകൊണ്ട് വാട്ടറിന് ഏത് നേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ആംഫോട്ടറിക് നേച്ചർ. ആസിഡായും ബേസായും ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളിനെയാണ് ആംഫോട്ടറിക് എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവരോടും മനസ്സിലായോ? ഇനി ഇവിടെ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പോൾ ഐഡൻറ്റിഫൈ ദ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, റൈറ്റ് ദ കോൺജുഗേറ്റ് ബേസ്, റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഒക്കെ ചോദിക്കും. രണ്ടുപേർ തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. ഇപ്പം ഞാൻ അമോണിയ എന്ന് എഴുതി, എന്നിട്ട് NH4+ എഴുതി. ഇവർ തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസ് ആണുള്ളത്, ശരിയല്ലേ? അപ്പോൾ അവർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്.
NH3യും NH2 മൈനസും ഞാൻ എഴുതി. ഇവർ തമ്മിൽ ഒരു H+ന്റെ ഒരു Hന്റെ ഡിഫറൻസ് ആണ്, ശരിയല്ലേ? അപ്പോൾ അതും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഈസ് എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിച്ച് ഡിഫർ ബൈ ഓൺലി 1 H+. ക്ലിയർ? വാട്ടറും H3O+ എഴുതി, ഒരു H+ന്റെ ഡിഫറൻസ് ആണ്. വാട്ടറും OH- എഴുതി, ഒരു H+ന്റെ ഡിഫറൻസ് ആണ്. ഒരു H+ന്റെ ഡിഫറൻസ് വന്നാൽ അതിൻ്റെ പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. H2SO4 ഒരു ആസിഡാണ്, നിങ്ങൾക്കറിയാം, ശരിയല്ലേ? ഒരു ആരുടെയെങ്കിലും കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ അതിന് H+നെ കളഞ്ഞിട്ട് ബാക്കി എഴുതുക. അപ്പോൾ H+നെ കളഞ്ഞിട്ട് ബാക്കി പറ മൈനസ്. H+ കളയണം, HSO4 മൈനസ്. അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ വീണ്ടും H+ കളയണം, അതാരാ? 2 മൈനസ്. മനസ്സിലായോ? തിരിച്ച് SO4 2- കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഒരു H+ ആഡ് ചെയ്യണം, അപ്പോൾ അത് HSO4 മൈനസ്. അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ H2SO4. സാർ എഴുതിയ ഐഡിയ മനസ്സിലായോ? മീൻസ് കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ യു റിമൂവ് H+, കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ യു ആഡ് H+. ക്ലിയർ? സോ എന്താണ് H2CO3? ഇയാളുടെ കോൺജുഗേറ്റ് ബേസ് ഏത്? HCO3 മൈനസ്. അയാളുടെ കോൺജുഗേറ്റ് ബേസ് ഏത്? CO3 2-. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. അപ്പോൾ ബ്രോൺസഡ് ലൗറി കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ പേജിൽ പ്രോബ്ലം 7.12 നോക്കിയാ. 7.12 കണ്ട? What will be the conjugate bases for the following Bronsted acids? HFന്റെ conjugate base H+ കളഞ്ഞാൽ F- അല്ലേ? H2SO4ൻ്റെത് HSO4 മൈനസ്, HCO3 മൈനസിൻ്റെത് CO3 2-. ക്ലിയർ ആണോ അല്ലേ? Write the conjugate acids for the following Bronsted bases. NH2-. You add H+. Answer is NH3, right? NH3, you add H+, NH4+, 4+, NH4+, HCOO-, you add H+, HCOOH, അടുത്ത് H2O. The species H2O, HCO3-, HSO4-, NH3 can act both Bronsted acid and bases. രണ്ടും കാണിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും എഴുതണം. H2യുടെ കോൺജുഗേറ്റ് ആസിഡ് ആര്? H+ ആഡ് ചെയ്യുക. കോൺജുഗേറ്റ് ബേസ് ആര്? H+ കളയുക. ഓക്കെ. HCO3-, H+ ആഡ് ചെയ്തു, H+ കളഞ്ഞു. HSO4-, H+ ആഡ് ചെയ്തു, H+ കളഞ്ഞു. അടുത്ത H+ ആഡ് ചെയ്തു, H+ കളഞ്ഞു. മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവരോടും ആണ്. മനസ്സിലായോ? ആൻഡ് ഫൈനലി എന്താണ് അടുത്തത്? ലൂയിസ് ആസിഡ് ആൻഡ് ബേസസ് അല്ലേ? ഓക്കെ, അതോടെ പറയാം. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ടോപ്പിക് എല്ലാം കഴിഞ്ഞു. അപ്പം എന്താണ് ലൂയിസ് ആസിഡ് ബേസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. NH3 നൈട്രജൻ, ഇവിടെ ലോൺ പെയർ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. 2 4 6 8 ഒക്ടറ്റ് കംപ്ലീറ്റ് ആണല്ലോ. പക്ഷെ ലോൺ പെയർ ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുകയാണ്, പക്ഷെ ലോൺ പെയർ ഉണ്ടെങ്കിൽ ആ ലോൺ പെയർ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അയാൾ ജീവിക്കുന്നത് ബോണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. സ്റ്റേബിൾ ആവാൻ വേണ്ടി 3 ആൾക്കാരോടൊപ്പം ചേർന്ന് ജീവിക്കുവാണ്. പക്ഷെ അയാൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാത്ത ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അയാളെ റിച്ച് ആയിട്ടാണ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. CH4ൻ്റെ പ്രത്യേകത, CH4ഉം സ്റ്റേബിളായി ജീവിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ 4 വാലൻസിയും സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം ബോണ്ട് പെയറാണ്. ഉള്ളതെല്ലാം എന്താണ് ഉപയോഗിച്ചിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അയാൾ റിച്ച് അല്ല. അയാൾ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്, പക്ഷെ റിച്ച് അല്ല. മനസ്സിലായോ? ഇയാൾ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് എ ലോൺ പെയർ, നോ ഡൗട്ട് ഇറ്റ് ഈസ് റിച്ച്. അതുകൊണ്ട് തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആർ കാൾഡ് ലൂയിസ് ബേസ്. കഴിഞ്ഞു. ഓക്കെ. BF3 boron trifluoride. Sir, boron belongs to 13th group, sir.
13 രൂപയാണെങ്കിൽ 3 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഷെയറിങ് 2 4 6. ഇയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലല്ലോ. അല്ല, ഇയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ശരിയല്ലേ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ലൂയിസ് ആസിഡ്. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കും. അപ്പോൾ നീക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും, എന്തോ ആയിക്കോട്ടെ. നീക്കി വെച്ച് കൊടുത്തു, ഇയാൾ കൊടുക്കൂല, നീക്കി വെച്ച് കൊടുക്കും. അപ്പോൾ 2 4 6 2 4 6 ഇയാൾക്ക് 8 എണ്ണം ആവും. കറക്റ്റ് അല്ലേ? അപ്പോൾ ആർക്കാണോ പെയർ ഓഫ് ഇലക്ട്രോണോ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് അയാൾ ലൂയിസ് ബേസ്. ആരാണോ പെയർ ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് അയാൾ ലൂയിസ് ആസിഡ്. ഇലക്ട്രോൺ പെയർ ഡോണർ ഈസ് ലൂയിസ് ബേസ്, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ഈസ് ലൂയിസ് ആസിഡ്. ക്ലിയർ? പ്രോട്ടോൺ ഡോണർ ആസിഡ്, proton acceptor base, electron donor base, electron pair acceptor acid. മനസ്സിലായോ? Problem 7.15. Classify the following species into Lewis acids and Lewis bases and show how these act as such. OH minus നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ കൊടുക്കൂടാ, ഒരു സംശയവും വേണ്ട. അപ്പം നെഗറ്റീവ് ഉള്ളവരൊക്കെ നിങ്ങൾ കണ്ണുടച്ചിട്ട് ലൂയിസ് ബേസ് എന്ന് എഴുതിക്കോളൂ. അപ്പോൾ OH മൈനസ് ഈസ് എ ലൂയിസ് ബേസ്. ഓക്കെ, F മൈനസ് ലൂയിസ് ബേസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് H പ്ലസ് ആണ്. പ്ലസ് ഉള്ളവന് ഇങ്ങോട്ട് വേണമെന്നാണ് മീനിങ്. അപ്പം അയാൾ ലൂയിസ് ആസിഡ് ആണ്. ക്ലിയർ? BCl3 ബോറോൺ 13 രൂപ എലമെന്റ് ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺസ് ആണ് അവിടെ ആക്ച്വലി ഉള്ളത്. പിന്നെ 3 ക്ലോറിൻ ഷെയർ ചെയ്തു. അപ്പോൾ ഒരു സംശയവും വേണ്ട, അയാൾക്ക് 6 ഇലക്ട്രോണേ ഉള്ളൂ. അയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അയാൾ ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ. ഇനി അയണൈസേഷൻ ഓഫ് വാട്ടർ, pH ബഫർ, ഇത്രയാണ് പഠിക്കേണ്ടത്. നാളെ ഈവനിങ്ങിലാണ് അടുത്ത ക്ലാസ്. ഓക്കെ, നാളെ മിക്കവാറും നൈറ്റ് ആവാനാണ് സാധ്യത, 7:30 to 9:30. അതാണ് എനിക്ക് പറ്റുക. എന്താണ് ആ സമയത്ത് ലൈവ് വരാൻ വരുന്നവർ വരട്ടെ, ബാക്കിയുള്ളവർ റെക്കോർഡ് കാണട്ടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 30 ദിവസം കൊണ്ട് എല്ലാ ടോപ്പിക്കും പഠിപ്പിക്കും. ഈ പറയുന്നതിനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. മസ്റ്റായിട്ടും പഠിക്കുക, ഫുൾ മേടിക്കുക. ശരി.